ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സച്ചിയുടെയും അർച്ചനയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അതുകൊണ്ട് തന്നെ അർച്ചന ഇപ്പോൾ കള്ളം പറഞ്ഞ് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. സംശയം തോന്നി രാജീവ് ഇപ്പോൾ പുറകെ വന്നിരിക്കുകയാണ് അർച്ചനയുടെ. അർച്ചന അങ്ങനെ അമ്പലത്തിലെത്തിയ ശേഷം അർച്ചനയുടെയും സച്ചിയുടെയും പേരും നാളും പറഞ്ഞ് വഴിപാട് എഴുതിക്കുന്നുണ്ട്. ഇത് രാജീവ് കാണുന്നു. പേരും നാളും പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രാജീവ് അവിടെ വന്ന് നിൽക്കുന്ന വിവരം അർച്ചന അറിയുന്നുണ്ടായിരുന്നില്ല. അർച്ചനയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ രാജീവിന് സംശയം തോന്നിയിരുന്നു. സച്ചിദാനന്ദൻ, കാർത്തിക, അർച്ചന, മകം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ വഴിപാട്. അപ്പോൾ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഇത് പഴയ സമൃദ്ധയല്ല. ഇത് ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിയ അർച്ചനയാണ്. എല്ലാവരുടെയും മുന്നിൽ ഇവൾ അഭിനയിക്കുകയാണെന്ന് ഇപ്പോൾ ക്ലിയറായി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ രാജീവ്. സച്ചിയുടെ പേരിൽ പ്രത്യേകം തന്നെ വഴിപാടുകൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. ഇത് കണ്ട് രാജീവ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സച്ചിയുടെ ആത്മഹത്യ ഇവളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. സച്ചിയുടെ ജീവന് വേണ്ടിയിട്ടാണ് ഇവളുടെ പ്രാർത്ഥനയും വഴിപാടുകളും. പാവം ഗോകുലളിയൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അങ്ങനെ അർച്ചനയെ ഇപ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് കയറി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം പുറത്തു നിന്ന് രാജീവ് നോക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഇപ്പോൾ സച്ചിയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ സച്ചിയും വന്ന് വഴിപാടൊക്കെ എഴുതിക്കുന്നുണ്ട്. ഉടനെ ആ രസീത് എഴുതുന്ന ആൾ പറയുന്നുണ്ട്, നടയടക്കറായി വേഗം ചെന്നോളൂ എന്ന്. അങ്ങനെ സച്ചി ധൃതിയോടെ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നു. അർച്ചനയാണെങ്കിൽ ക്ഷേത്രത്തിന് പുറത്തേക്കും വരുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും പരസ്പരം കാണുന്നില്ല. അർച്ചനയ്ക്ക് ഓർമ്മ കിട്ടിയ വിവരം ഇപ്പോഴും സച്ചി അറിയുന്നില്ല. സച്ചി പോയി അകത്തേക്ക് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. വളരെ വേഗം തന്നെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ പിറകിൽ നിന്നും അർച്ചന എന്നൊരു വിളി കേൾക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, രാജീവായിരുന്നു വിളിക്കുന്നത്. ഓ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. രാജീവാണ് വിളിക്കുന്നതെന്ന് കണ്ടപ്പോൾ ഞെട്ടി നിൽക്കുന്നുണ്ട് അർച്ചന. എന്തു ചെയ്യണം എന്തു പറയണമെന്നറിയില്ല അർച്ചനയ്ക്ക്. ഒന്ന് രാജീവിനെ നോക്കി പേടിച്ച് ഒന്ന് ചിരിച്ച് കാണിക്കുന്നുണ്ട്. എന്നിട്ട് പുറകോട്ട് ഇങ്ങനെ നടക്കുന്നു. ശേഷം പെട്ടെന്ന് തന്നെ ഓട്ടോയിൽ കയറി പോവുകയാണ് ഇപ്പോൾ അർച്ചന. രാജീവാണെങ്കിൽ അർച്ചനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഓട്ടോയിൽ കയറിയതിന് ശേഷം ഒന്നുകൂടി തിരിഞ്ഞു നോക്കുന്നുണ്ട് അർച്ചന രാജീവിനെ. അപ്പോൾ രാജീവ് ഇങ്ങനെ ഒരു പുഞ്ചിരിയോടെ അവിടെ നിൽക്കുന്നു. അങ്ങനെ സച്ചി വഴിപാടൊക്കെ വാങ്ങി വെളിയിലേക്ക് വരുന്നുണ്ട്. ഈ സമയം ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് രാജീവ് ഇപ്പോൾ സച്ചിയെ വിളിക്കുന്നു. സച്ചി ഇത് കണ്ടുകൊണ്ട് ഇയാളോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചിരിച്ചുകൊണ്ട് രാജീവ് ഇപ്പോൾ സച്ചിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. സച്ചി ഇന്നിവിടെ കാണുമെന്ന് ഞാൻ ഊഹിച്ചു. അത്രയും പ്രധാനപ്പെട്ടൊരു ദിവസമാണല്ലോ സച്ചിക്കിത്. താനെന്താടോ എന്നെ കണ്ടിട്ട് പന്തം കണ്ട് പെരിച്ചാഴിയെപ്പോലെ നിൽക്കുന്നത്? തനിക്ക് എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. സാറെന്താ ഇവിടെ എന്ന് സച്ചി ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അതെന്താടോ എനിക്ക് ക്ഷേത്രത്തിൽ വന്നൂടെ? ഉടനെ സച്ചി പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ ആർക്കും വരാം, പക്ഷേ സാറിനെ പോലുള്ളവർ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും ദൈവത്തിന് മനസ്സലിയാൻ പോകുന്നില്ല. ഉടനെ രാജീവ് പറയുന്നുണ്ട്, എടോ ഞാനും ദൈവവും തമ്മിൽ വലിയ തർക്കമൊന്നുമില്ല. താൻ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ആരുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് ദൈവം വിചാരിക്കും എന്നൊക്കെ ഇങ്ങനെ രാജീവ് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല സാറേ, ദൈവത്തിന് ആരുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റുമെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സാറിനെ പോലെ മനസ്സിൽ ക്രൂരതയും കള്ളത്തരവും കൊണ്ട് നടക്കുന്നവരുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കില്ല. ഉടനെ രാജീവ് പറയുന്നുണ്ട്, തനിക്ക് എന്നോട് ശത്രുതയുണ്ടെന്ന് എനിക്കറിയാം. കാരണം അത്രമാത്രം ഞാൻ തന്നെ ദ്രോഹിച്ചിട്ടുണ്ട്. ഉടനെ ഇത് കേട്ട് സച്ചി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, എന്നെ മാത്രമാണ് സാർ ദ്രോഹിച്ചത്? ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടിനും കാരണം സാറല്ലേ? ജീവിതത്തിൽ ഇതുവരെ ഞങ്ങളുടെ അമ്മ സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല. ഗതികേട് കൊണ്ട് ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയ ആ പഴങ്ങഞ്ഞിക്കട വരെ സാറ് നശിപ്പിച്ചു. കള്ളക്കേസിൽ കുടുക്കി അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലടച്ചു. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള വഴി മുടക്കി. സാറിനെ പ്രസവിച്ചതും ഒരമ്മ തന്നെയല്ലേ? സാറിനുള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമില്ലേ? അവന്തികയുടെ കയ്യാളായി നിന്ന് എന്തിനായിരുന്നു ഞങ്ങളെ ഇത്രയധികം ദ്രോഹിച്ചത്? എന്തായാലും അതിനെല്ലാം കൂടി സാറിന് കിട്ടിയില്ലേ? പണ്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം തെറ്റേറ്റു പറയാൻ വന്നതാണോ സാറ് എന്നൊക്കെ സച്ചി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. താൻ പറഞ്ഞതെല്ലാം ശരിയാണ്. പണ്ട് ഒരു മര്യാദയും മനസ്സാക്ഷി കാണിക്കാത്ത ഒരു പോലീസുകാരനായിരുന്നു ഞാൻ. പലർക്കും വേണ്ടി നിയമത്തിനകത്ത് നിന്നും പുറത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിരപരാധികളായ തന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഞാൻ കാരണം പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. താൻ പറഞ്ഞതുപോലെ തന്നെ അതിനെല്ലാം കൂടി ചേർത്ത് ബേഷായിട്ട് തന്നെ ദൈവം തന്നു. അതിൽ തനിക്കും സന്തോഷമുണ്ടല്ലേ സച്ചി എന്ന് രാജീവ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ മറ്റുള്ളവർക്ക് പറ്റുന്ന ദുരന്തത്തിൽ സന്തോഷിക്കുന്ന ആളല്ല സാറേ ഞാൻ. എൻ്റെ മനസ്സിലുള്ള സാറിനുള്ള ദേഷ്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അന്ന് സാർ ഒറ്റൊരാൾ കാരണമാണ് എൻ്റെ അർച്ചന എനിക്ക് നഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുമ്പോൾ ഞാൻ കാരണമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് രാജീവ്. അതെ, സാർ കാരണം. അന്ന് ഓർമ്മയുണ്ടോ സാറിനെ ആ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിന്നും അറസ്റ്റ് ചെയ്തത്?
എന്ന് സച്ചി ചോദിക്കുമ്പോൾ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അർച്ചന സച്ചിയേട്ട എന്ന് വിളിക്കുന്നതും സച്ചി തിരിഞ്ഞു നോക്കി അർച്ചന അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രാജീവ് വന്ന് തടയുന്നതും സച്ചിയെ പിടിച്ചുകൊണ്ട് പോകുന്നതും എല്ലാം ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അർച്ചനയെ അന്നാണ് ഞാൻ കണ്ടത്. അന്ന് സാർ എന്നെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് എനിക്ക് അവളെ തിരിച്ചു കിട്ടിയേനെ. പക്ഷേ ദൈവം വലിയവനാണ്. എൻ്റെ അർച്ചന എവിടെയുണ്ടെന്ന് എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ സാറിനറിയാമല്ലോ. എന്താ സാറേ ഞാൻ ചോദിച്ചിട്ടിപ്പോൾ മറുപടിയൊന്നും പറയാത്തത്? എല്ലാം അറിയാവുന്ന ആളിപ്പോൾ സാറാണല്ലോ. എന്നിട്ടും സാറിനൊന്നും അറിയില്ലെന്ന് ഇപ്പോൾ സാറ് നടിക്കുന്നു. സ്വന്തം അളിയന് വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ അന്ന് ആ വീട്ടിൽ സച്ചി വന്ന് പ്രശ്നമുണ്ടാക്കിയതും രാജീവിനോട് പറഞ്ഞതുമൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുക്കുകയാണ് ഇപ്പോൾ രാജീവ്. ഇതെല്ലാം കേട്ടിട്ട് രാജീവ് ഒന്നും തന്നെ മിണ്ടാതെ വളരെയധികം വിഷമത്തോടെ എല്ലാം കേട്ട് നിൽക്കുന്നുണ്ട്. ഉടനെ വീണ്ടും സച്ചി പറയുന്നുണ്ട്, പക്ഷേ സാറേ എൻ്റെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നത് വരെ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അവൾക്ക് ഓർമ്മ വരുന്ന ആ നിമിഷം അവൾ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇല്ലെങ്കിൽ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരും എന്ന് സച്ചി പറയുന്നത് കേട്ട് രാജീവ് പറയുന്നുണ്ട്, എടോ എല്ലാത്തിനും താമസിയാതെ ഒരു പരിഹാരമുണ്ടാകും. ലോകത്ത് ഒരു ഭർത്താവും ഭാര്യയ്ക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. താൻ പറഞ്ഞതുപോലെ ദൈവത്തിനറിയാം തൻ്റെ മുന്നിൽ വന്ന് തൊഴുന്നവരുടെ മനസ്സും പ്രാർത്ഥനയുമെല്ലാം. അതുകൊണ്ട് ഞാൻ തന്നോടൊരു കാര്യം പറയാം. എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. തൻ്റെ കഷ്ടപ്പാടും കാത്തിരിപ്പും എല്ലാം അവസാനിക്കും. എല്ലാത്തിനുമുള്ള പരിഹാരം ദൈവം ഉണ്ടാക്കിത്തരും. അതുവരെ താനൊരു ബുദ്ധിമോശവും കാണിക്കരുത് എന്ന് രാജീവ് പറയുന്നു. ഇത് സാറിൻ്റെ ആളിയനോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം. ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ളൊരു കടമ സാറിനുമുണ്ട്. ചെയ്തു പോയ തെറ്റിനെ കുറിച്ചെങ്കിലും പശ്ചാത്തപിക്കാനുള്ളൊരു മനസ്സ് സാറിനുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം സാർ ഉണ്ടാക്കി തരണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഇത് കേട്ട് രാജീവ് പറയുന്നു, ഞാനിതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോയ ഒരാൾ മാത്രമാണ്. പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. സച്ചിക്കും ഗോകുലിനും ഇടയിൽ പെട്ടുപോയി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷം ഗോകുലിൻ്റെ ഭാര്യയായിട്ട് അർച്ചന അവിടെ ജീവിച്ചിരുന്നു. ആ ഒരു കുടുംബം ആണത്. അത്ര പെട്ടെന്ന് സമൃദ്ധി അല്ല തൻ്റെ അർച്ചനയെ അവിടെ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകാൻ തനിക്ക് കഴിയില്ല. ഒരു കുടുംബം ചിതറിപ്പോകാതെ വേണം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാക്കാൻ. എൻ്റെ അളിയൻ എന്ന നിലയ്ക്ക് ഗോകുലിൻ്റെ ജീവിതം എനിക്ക് പ്രധാനപ്പെട്ടതാണ്. നാളെ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യരുത്. തനിക്ക് തൻ്റെ ഭാര്യയുള്ള സ്നേഹം എനിക്ക് നന്നായി അറിയാം. എൻ്റെ അളിയൻ്റെ മനസ്സും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സമയമാകുന്നത് വരെ താൻ കാത്തിരുന്നേ പറ്റൂ. താൻ പറയുന്നത് പോലെ ഒരു ബലപ്രയോഗമോ എടുത്തുചാട്ടമോ കാണിച്ചാൽ എൻ്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വീണ്ടും ആ പഴയ പോലീസുകാരനാകേണ്ടി വരും. പിന്നെ ഇപ്പോൾ നമ്മൾ തമ്മിൽ നടന്ന ഈ സംസാരം മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അതിൻ്റെ കുഴപ്പം തനിക്ക് തന്നെയാണ് എന്ന് രാജീവ് പറയുന്നു. അങ്ങനെ സച്ചി ഇപ്പോൾ പോകാൻ തുടങ്ങുന്നുണ്ട്. ഉടനെ രാജീവ് വീണ്ടും സച്ചിയെ വിളിക്കുന്നു. ഒരു കാര്യം പറയാൻ മറന്നു, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്നിങ്ങനെ സച്ചിയുടെ കയ്യിൽ പിടിച്ച് പറയുന്നുണ്ട്. സച്ചി ഒരു സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇതെങ്ങനെ രാജീവ് അറിഞ്ഞു എന്ന്. ശേഷം കാണിക്കുന്നത് ആതിരയാണ്. ആതിര ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ ജോലിക്കായി വന്നിരിക്കുകയാണ്. ആതിരയെ കൊണ്ട് ഒരു പേപ്പറിൽ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടിപ്പിക്കുന്നുണ്ട്. 1 വർഷം ഇവിടെ ജോലി ചെയ്തുകൊള്ളാമെന്ന്. എന്നാൽ ആതിര ചോദിക്കുന്നുണ്ട്, ഇത് നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ എന്ന്. അത് ഇവിടുത്തെ ഒരു രീതിയാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു സ്റ്റാഫ് ഇപ്പോൾ ആതിരയെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നു. ഞാൻ സ്റ്റാഫുകളെല്ലാം പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ആതിരയെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവർ. ശേഷം സച്ചിയെ കാണിക്കുന്നുണ്ട്. സച്ചി ഇപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്നപാടെ കമലയുടെ കയ്യിലേക്ക് പ്രസാദം എടുത്ത് കൊടുക്കുകയാണ് സച്ചി. അങ്ങനെ ഇപ്പോൾ പ്രസാദം എടുത്ത് നെറ്റിയിൽ തൊട്ട ശേഷം അതിലേക്ക് നോക്കുന്നുണ്ട്. അതിനകത്തെ അർച്ചനയുടെയും സച്ചിയുടെയും പേരും നാളുമുള്ള രസീത് കണ്ട് കരയുകയാണിപ്പോൾ കമല. ഇത് കണ്ട് സ്നേഹ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ കരയുന്നത് എന്ന്. അങ്ങനെ ഇപ്പോൾ ആ രസീത് എടുത്ത് സ്നേഹയെ കാണിക്കുന്നുണ്ട് കമല. അർച്ചന മോൾ പോയതിനേക്കാൾ വിഷമം എനിക്കിപ്പോൾ ഇവൻ്റെ കാര്യത്തിലാണ്. ഇങ്ങനെ പോയാൽ ഇവൻ്റെ അവസ്ഥ എന്തായി തീരും? അർച്ചന എന്നുള്ള ഒരൊറ്റ ഭ്രാന്തിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത്. എൻ്റെ ഈശ്വര, അവൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമല്ലോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ് കമൽ അകത്തേക്ക് പോകുന്നു. ഇത് കണ്ട് സ്വന്തം ചേട്ടൻ്റെ അവസ്ഥയോർത്ത് വിഷമത്തോടെ തന്നെ സ്നേഹയും നിൽക്കുന്നു. പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുൽ ഗൗരിമോളെ ഒരുക്കി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. അമ്മ ഇതുവരെ വന്നില്ലല്ലോ അച്ഛാ എന്ന് ഗൗരി ഗോകുലിനോട് ചോദിക്കുമ്പോൾ അമ്മ ഇപ്പോൾ വരുമെന്ന് ഗോകുൽ പറയുന്നുണ്ട്. അങ്ങനെ ടിഫിൻ ബോക്സ് എല്ലാം തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ശിശിരയും ശോഭനയും കൂടി അതെല്ലാം ഗൗരിമോളുടെ ബാഗിലേക്കെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയം അർച്ചന ഇപ്പോൾ അവിടേക്ക് വരുന്നു. അർച്ചന വളരെയധികം ടെൻഷനോടെ തന്നെയാണ് അവിടേക്ക് വരുന്നത്. തിരിഞ്ഞ് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അവരെല്ലാം ഇപ്പോൾ അർച്ചനയെ ശ്രദ്ധിക്കുന്നു. എന്താടോ, എന്ത് പറ്റി? താനെന്താ വല്ലാതിരിക്കുന്നത്? എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചനയോട്. അത് പിന്നെ മോളെ സ്കൂളിൽ വിടാൻ ലേറ്റായില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഓടിക്കതച്ചെത്തിയതാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, അമ്മ ചമ്മിപ്പോയെ, എന്നെ ഇന്ന് അച്ഛനാണ് ഒരുക്കിയത്. ദേ എൻ്റെ മുടി കെട്ടിയിരിക്കുന്നത് കണ്ടോ, എങ്ങനെയുണ്ട്? അച്ഛൻ പെണ്ണിക്കെട്ടി തന്നതാണ് എന്നൊക്കെ ഗൗരി പറയുന്നു. കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് അർച്ചന പറയുന്നുണ്ട്. താൻ വല്ലാണ്ട് വെയിൽ കൊണ്ടെന്ന് തോന്നുന്നല്ലോ, മുഖമൊക്കെ ആകെ വാടിയിരിക്കുന്നു
എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഈ സമയം രാജീവ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. രാജീവിനെ കണ്ടപാടെ അർച്ചന വളരെയധികം ടെൻഷനോടെ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും അർച്ചന ഒന്ന് ആലോചിക്കുന്നുണ്ട്. തനിക്ക് എന്തെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് ഗോകുൽ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പോയി വന്നതിൻ്റെ ക്ഷീണമാണ്. ഇത് കേട്ടുകൊണ്ടാണ് രാജീവ് ഇപ്പോൾ അകത്തേക്ക് വരുന്നത്. ഉടനെ രാജീവ് പറയുന്നുണ്ട്, രാവിലെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പോയതല്ലേ, അതിൻ്റെ ആയിരിക്കും അല്ലേ സമൃദ്ധേ എന്നിങ്ങനെ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് രാജീവ്. അതെ, വല്ലാത്ത ക്ഷീണം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ അർച്ചന. എങ്കിൽ നിങ്ങൾ ലേറ്റ് ആകണ്ട, മോളെയും കൊണ്ട് നീ സ്കൂളിലേക്ക് പോകാൻ നോക്ക് എന്ന് ശോഭന ഗോകുലിനോട് പറയുന്നുണ്ട്. അമ്മയുടെ ടാറ്റ പറ എന്നൊക്കെ ഗോകുൽ ഇങ്ങനെ ഗൗരിമോളോട് പറയുന്നുണ്ട്. ഗൗരിമോൾ ടാറ്റ പറയുമ്പോൾ ആ ശരി ടാറ്റ എന്നൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണ് അർച്ചന പറയുന്നത്. ഇത് കണ്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അർച്ചന പറയുന്നു. എന്താ അളിയ ഇത്, ഇവിടെ ഞാനും അമ്മയും ശിശിരയും ഒക്കെ ഇല്ലേ, അളിയൻ പോയിക്കോളൂ, സമൃദ്ധി ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാം മാറിക്കോളും എന്ന് രാജീവ് പറയും. അങ്ങനെ ഇപ്പോൾ ശിശിര രാജീവിന് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഉടനെ രാജീവ് ഇപ്പോൾ അത് അർച്ചനയ്ക്ക് കൊടുത്തിട്ട് കുടിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ടെൻഷനോടെ തന്നെ വെള്ളം വാങ്ങി കുടിക്കുകയാണ് അർച്ചന. ഇവർ തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ ശിശിര സംശയിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അർച്ചന ഇപ്പോൾ റൂമിലേക്ക് പോവുകയാണ്. ഇതിൽ ഞാനറിയാത്ത എന്തോ ഉണ്ടല്ലോ, അവളാകെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. അവളുടെ കൂടെ തന്നെ രാജീവേട്ടൻ പോവുകയും ചെയ്തു, തിരിച്ചു വരികയും ചെയ്തു. ഇത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് ശിശിര വിചാരിക്കുന്നു. അർച്ചന വളരെയധികം ടെൻഷനോടെ മുറിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ നടന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ് അർച്ചന. രാജീവിൻ്റെ ഒരു വാക്ക് അതിലെല്ലാവരും എല്ലാം അറിയുമോ എന്തോ. എനിക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയെന്നുള്ള വിവരം രാജീവ് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ വിവരം ഏത് നിമിഷം ഗോകുലിനോട് പറയും. ഇത്രയും നാളും എന്നെ സംരക്ഷിച്ച ഗോകുലിനോട് എനിക്ക് നീതികേട് കാണിക്കാൻ വയ്യ. മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുമ്പ് ഗോകുലിനോട് ഇന്ന് തന്നെ എല്ലാ സത്യങ്ങളും പറയണം എന്ന് അർച്ചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. ഓർമ്മ തിരിച്ചു കിട്ടിയ വിവരം പറയാതിരുന്നത് ചതിയാണെന്ന് ചിലപ്പോൾ ഗോകുൽ പറയുമായിരിക്കും. ഇവനെ ഇവിടെ നിന്ന് ചിലപ്പോൾ ഇറക്കി വിടുമായിരിക്കും. എന്നാലും എൻ്റെ സച്ചിയേട്ടൻ്റെ സുരക്ഷിതത്വം അതാണ് എനിക്ക് പ്രധാനം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് അർച്ചന. ഈ സമയം ഡോറിൽ വന്ന് തട്ടുന്നുണ്ട് ശിശിര. വളരെയധികം ടെൻഷനോടെ നിൽക്കുന്നുണ്ട് അർച്ചന. ഈശ്വര, രാജീവെല്ലാം ശിശിരേച്ചിയോട് പറഞ്ഞു കാണുമ്പോൾ എന്നിങ്ങനെയുള്ള ഒരു ടെൻഷനാണ് അർച്ചനയ്ക്ക്. അർച്ചന ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കതക് തുറക്കുന്നു. കതക് തുറക്കാൻ നിനക്കെന്താ ഇത്ര താമസമയം നിങ്ങൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ശിശിര. ഒന്നുമില്ല എന്ന് അർച്ചന പറയുന്നുണ്ട്. അകത്തേക്ക് ഇപ്പോൾ കയറി വരികയാണ് ശിശിര. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.